ശരീരം അങ്ങയുടേതാണ്, ഈ മകൾ അങ്ങയുടേതാണ്. ഈ സ്ഥിതിയിൽ നിന്ന് ഇവിടെ എഴുന്നേൽപ്പിക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റുകയില്ല. എന്നാൽ അവിടത്തേക്ക് കഴിയും. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ. ഇവിടെ വെച്ചു, ഇവിടെ മേളിൽ കിടത്തിക്കോ, ഇവിടെ മേളിലോട്ട് കിടത്തിക്കോ. അവരിന്ന് സൗഖ്യമായി ഇവിടെ എഴുന്നേക്കും. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഒന്ന് വിശ്വസിച്ച്, ഒന്ന് വിശ്വസിച്ചോണ്ടെന്ന് കരമടിച്ച്. എറണാകുളത്ത് നിന്ന് യേശുവിന്റെ മഹത്വം ഇറങ്ങും. എറണാകുളത്ത് നിന്ന് യേശുവിന്റെ മഹത്വം. ഈ മകളെ യേശു ജീവനിലേക്ക് നടത്തുക. മകളെ, നിന്റെ തല മുതൽ നിന്റെ പാദം വരെ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തി പാടിക്കാൻ പോകുക. നിന്റെ തല മുതൽ നിന്റെ പാദം വരെ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തി പാടിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുക, യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിന്നെ ഇന്ന് സൗഖ്യമാക്കാൻ യേശു നിശ്ചയിച്ചിരിക്കുന്നു. ഇവരുടെ കേട്ടോ ബ്രദറെ, ആരാ ഇത്? ഭാര്യ. ഇവരുടെ തല മുതൽ പാദം വരെ കർത്താവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുക. ഈ കാലുകളിലേക്ക് ബലം കയറിക്കൊണ്ടിരിക്കുക, ഈ കൈകളിലേക്ക് ബലം കയറിക്കൊണ്ടിരിക്കുക, ഈ ഉദരത്തിലേക്ക് കർത്താവിന്റെ ശക്തി കയറിക്കൊണ്ടിരിക്കുക. ജീവൻ, യേശുവിന്റെ ജീവൻ അത് വ്യാപരിക്കട്ടെ. മരണമേ, തളർവാദമേ മാറിപ്പോ. കൃപയും കൃപയ്ക്കുമേൽ കൃപയും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ആമേൻ. സംസാരിക്കുമോ? എന്നാ പേര്? ജലജ. മകളെ ജലജെ, എഴുന്നേറ്റ് വരിക, എഴുന്നേറ്റ് വരിക, എഴുന്നേറ്റ് വരിക. ഞാനല്ല വിളിക്കുന്നേ. അങ്ങോട്ട് കാലെടുത്ത് വെച്ചോ. ഞാനല്ല വിളിക്കുന്നേ, യേശുവാ വിളിക്കുന്നേ. മകളെ ജലജ, എഴുന്നേറ്റോ, എഴുന്നേറ്റോ, എഴുന്നേറ്റോ. അതും കൊണ്ടൊന്ന് മേളിൽ കയറിക്കോ, അതും കൊണ്ടൊന്ന് മേളിൽ കയറിക്കോ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കൊണ്ടുവാ, ഇങ്ങോട്ട് കൊണ്ടുവാ, ഇങ്ങോട്ട് ഇറങ്ങി വാ ജലജെ. നീ ഇന്ന് ഓടി നടക്കണം. അത് കർത്താവിന്റെ ഇഷ്ടമാ, യേശുവിന്റെ ഇഷ്ടമാ അത്. ജലജ ഇന്ന് ഓടി നടക്കണം, അത് യേശുവിന്റെ ഇഷ്ടമാ. കരമടിച്ച് ആർത്ത് വിളിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. നമ്മുടെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ജലജ കാലെടുത്തെടുത്ത് വെയ്മോളെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ജലജയുടെ മുഴുവൻ ഇൻഡസ്റ്റൈന് പുതിയത് കർത്താവ് സൃഷ്ടിച്ചു കഴിഞ്ഞു. പുതിയത് യേശു സൃഷ്ടിച്ചു കഴിഞ്ഞു. നീ മരിക്കേണ്ടവളല്ല, നീ ജീവിച്ചിരുന്ന് യേശുവിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കേണ്ടിയവളാ മകളെ. നിന്നെ അതിനുവേണ്ടി മകളെ. ഓ, അവരുടെ ആ സന്തോഷം നിങ്ങളൊന്ന് കണ്ടേ പ്രിയരെ. എന്റെ കർത്താവേ, എന്നെ സൗഖ്യമാക്കിയത് നന്ദി പറയുന്നു കർത്താവേ. എന്റെ കർത്താവേ, തീരില്ല ദൈവമേ, തീരില്ല ദൈവമേ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. എല്ലാരും സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ
യേശുവേ. ഇവരെ കൊണ്ടുവന്ന ആംബുലൻസ് ആണ് പുറത്ത് കിടക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടാട്ടെ, പുറത്ത് കിടക്കുന്നത് ഇവരെ കൊണ്ടുവന്ന ആംബുലൻസ് ആണ്. നമ്മുടെ യേശു ഇന്ന് ജീവിക്കുന്ന പ്രിയരെ. ഈ മകള് മരണത്തിലേക്ക് പോയവളാ, അവളെ ജീവനിലേക്ക് കൊണ്ടുവരുന്നത് കർത്താവിന്റെ ഇഷ്ടമാണ്. ഇന്ന് മുതൽ ഇവള് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പോകുകയാണ്. ഈ കാലിലും കയ്യിലും വന്ന ബലം ഇനി ചോർന്നു പോകുകയില്ല. ഈ ശക്തി ഇനി ചോർന്നു പോകുകയില്ല. ഇവളുടെ കൊടലുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുക അല്ലേ? അതെ അതെ. ആ കൊടലുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, മാറിയിരിക്കുന്നു. ഇവരുടെ കാലിലേക്ക് ഒരു ഭയങ്കര ബലം പ്രാർത്ഥിച്ചപ്പോ വന്നായിരുന്നല്ലേ? ഞാനത് വ്യക്തമായിട്ട് കണ്ടു. ഇങ്ങനെ അവരുടെ കാലിൽ ആദ്യം തൊടുമ്പോ ഇങ്ങനെ വിറങ്ങല്ലിച്ചിരിക്കുകയായിരുന്നു. ആ കാലിലേക്ക് ഇങ്ങനെ ബലം ഇറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്റെ പ്രിയരെ, ഇത് സംഭവിക്കുന്ന കാണുമ്പം നിങ്ങൾ ആരും ചിന്തിക്കരുത് ഇത് ഈ ബ്രദറിനുള്ള എന്തോ സിദ്ധിയാ. അയ്യോ അല്ല. ഞാൻ മുമ്പേ പറഞ്ഞ വചനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? താൻ ഇച്ഛിക്കും പോലെ ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു ഈ മകൾ എഴുന്നേക്കണമെന്നുള്ളത്. കർത്താവിന്റെ ആഗ്രഹമാണ് ഈ മകൾ മരിക്കണ്ട എന്നുള്ളത്. എത്ര നാളായി ഇതും കൊണ്ട് നടക്കുക ബ്രദറെ? 3 മാസം കഴിഞ്ഞു. നീ കിടക്കേണ്ടവളല്ല കേട്ടോ. ഓടി നടന്ന ജലജ യേശുവിന്റെ സാക്ഷി. എവിടുന്നാ വരുന്നേ? തൃശ്ശൂരിന്ന് എറണാകുളത്ത് ശനിയാഴ്ച തോടെ നടക്കുന്ന മീറ്റിങ്ങിന് ആംബുലൻസ് പിടിച്ചു വന്നതാ. യേശുവേ, കർത്താവിന്റെ വലിയ സ്നേഹത്തിനായിട്ട് ഹല്ലേലൂയ. യേശു ജലജയെ ഒത്തിരി സ്നേഹിക്കുന്നു കേട്ടോ. യേശു എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞേ. യേശു എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നിന്റെ ഭാര്യയെ അതും കൊണ്ടോക്കോ. സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ട് പോകും നിന്റെ ഭാര്യയെ. ജീവനിലേക്ക് ആ മകളെ യേശു നടത്തിയിരിക്കുന്നു.